2023 IIT JAM economics question paper discussion previous year question paper exam നോടനുബന്ധിച്ചിട്ടുള്ള 2023 IIT JAM examination previous year question paper ഡിസ്കഷനിലേക്കാണ് കിടക്കുന്നത്. 2021 question paper ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തേർഡ് സെക്ഷനിലേക്കാണ് കിടക്കുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ 2 സെക്ഷൻസ് ഡിസ്കസ് ചെയ്തു. അത് കാണാത്തവർ നമ്മുടെ ചാനലിൽ പോയിട്ട് സെക്ഷൻസ് കാണുക. സോ അടുത്ത ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഇപ്പോൾ 2021 ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. അതിൽ 11th ക്വസ്റ്റ്യൻ ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ക്വസ്റ്റ്യൻ വായിക്കാം. എ മോണോപോളി ക്യാൻറ്റീൻ സെർവ്സ് പാക്ഡ് മീൽ ടു two group of consumers, group X and group Y. The demand for packed meals for X and Y are given by. അതായത് ഇവിടെ 2 ഡിമാൻഡ് തന്നിട്ടുണ്ട്. മാർക്കറ്റ് എക്സിൻ്റെയും അതായത് പാക്ഡ് മീൽ 2 ഗ്രൂപ്പ് ഓഫ് കൺസ്യൂമേഴ്സിനെ കൊടുക്കുന്നത്. ഒരു ഗ്രൂപ്പ് ഓഫ് കൺസ്യൂമേഴ്സിൻ്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് കൺസ്യൂമേഴ്സിൻ്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് QX 200 മൈനസ് P ആണ്. അതുപോലെ തന്നെ വേറെ ഗ്രൂപ്പ് ഓഫ് കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ വേറൊരു മാർക്കറ്റിൻ്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് QY = 300 മൈനസ് P ആണ്. സോ നമ്മൾക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ വേർ P ഇസ് ദ യൂണിഫോം പ്രൈസ് പെർ യൂണിറ്റ്. യൂണിഫോം പ്രൈസ് പെർ യൂണിറ്റ് ആണ്. ദ യൂണിറ്റ് കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് ഈച്ച് മീൽ ഇസ് RS 50. അതിൻ്റെ യൂണിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് 50 ആണെന്നും തന്നിട്ടുണ്ട്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് ദ വാല്യൂ ഓഫ് P ആണ്, പ്രൈസിൻ്റെ വാല്യൂ ദാറ്റ് മാക്സിമൈസ് ദ ക്യാൻറ്റീൻസ് പ്രോഫിറ്റ്. അപ്പോൾ ക്യാൻറ്റീൻ്റെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്ന P വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മളിവിടെ 2 മാർക്കറ്റ് ഡിമാൻഡ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മോണോപോളി സെർവ് ചെയ്യുന്നത് 2 ഗ്രൂപ്പിന് സെർവ് ചെയ്യുന്നു, ഡിമാൻഡും തന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ നോൺ ഡിസ്ക്രിമിനേറ്ററി മോണോപോളി ആയതുകൊണ്ട് തന്നെ നമുക്കിതൊന്ന് ആഡ് ചെയ്യാം, എന്നിട്ട് സിംഗിൾ മാർക്കറ്റ് ഡിമാൻഡാക്കി എടുക്കാം. അപ്പം QX-നെയും QY-നെയും നമ്മൾ Q ആക്കി എടുക്കും, അതായത് രണ്ടും കൂടി ആഡ് ചെയ്ത്. അപ്പോൾ Q = 200 + 300. നമുക്കിവിടെ കാണിക്കാം. 200 മൈനസ് 4P പ്ലസ് 300 മൈനസ് P. ഓക്കെ, 300 മൈനസ് P. ഇതിൽ നിന്ന് നമുക്ക് 300ഉം കൂടി നമുക്ക് 500 കിട്ടും. മൈനസ് 5Pയും പ്ലസും മൈനസ് 5P കിട്ടും. സോ ഇതാണ് Q വന്നത്. സോ ഇത് നമ്മൾ P കണ്ടുപിടിക്കണം. P കണ്ടുപിടിക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ മൈനസ് 5P ഇങ്ങോട്ട് കൊണ്ടുവരിക, Q ഇങ്ങോട്ട് വരും. അപ്പോൾ 500 മൈനസ് Q ഓൾ ഡിവൈഡഡ് ബൈ 5 ആവും. അത് നമുക്ക് വേണമെങ്കിൽ 100 മൈനസ് 1/5Q എന്നെഴുതാം. സോ മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. നമുക്ക് ഡയറക്റ്റ് Pനെ ഡിഫറൻഷ്യേറ്റ് ഇല്ല. നമ്മൾ പ്രോഫിറ്റ് മാക്സിമൈസ് ആയതുകൊണ്ട് പ്രോഫിറ്റ് എത്രയാണെന്ന് നോക്കണം. പ്രോഫിറ്റ് = P × Q, അതായത് ടോട്ടൽ റവന്യൂ മൈനസ് ടോട്ടൽ കോസ്റ്റ് ആണ്. സോ കോസ്റ്റ് വരുന്നത് 50Q ആണ്. സോ P × Q നോക്കാം. P × Q വരുമ്പോൾ 100 മൈനസ് 1/5Q × 100 മൈനസ് 1/5Q വരും, മൈനസ് 50Q വരും. സോ നമുക്ക് 100 × Q 1/5 × Q വരും. അതുപോലെ തന്നെ 1/5 × Q എന്ന് പറയുമ്പോൾ 1/5Q² ആവും. 50Q ബാക്കി വരും. ഓക്കെ, അപ്പോൾ 100 മൈനസ് 50Q എന്ന് പറയുമ്പോൾ 50Q ആണ്. സോ നമുക്കത് 50Q മൈനസ് 1/5Q² കിട്ടും. സോ ഇതിൽ നിന്ന് നമ്മൾ Qയുടെ വാല്യൂ കണ്ടുപിടിക്കും. 50Q എന്ന് പറയുന്നത് 1/5Q² ആവും. സോ which is equal to 0 ആണ്. ഓക്കെ, മൈനസ് 1/5Q² = 50Q എന്ന് വരും. സോ Q² നമ്മളിത് ഡിഫറൻഷ്യേറ്റ് ചെയ്തില്ല. ഓക്കെ, 50Q മൈനസ് 1/Q² എന്ന് കിട്ടും. സോ ഇതിനെ നമ്മൾ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. സോ ഞാൻ ഈ മേലത്തെ കാര്യങ്ങൾക്കൊന്ന് ഇറേസ് ചെയ്യാണ്.
നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് 50q minus 1/5q². സോ ഇത് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, d/dq വിത്ത് റെസ്പെക്ട് ടു q നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യാണ്. സോ 50 മാത്രമാവും. 1/5q² എന്ന് പറയുന്നത് മൈനസ് ആണ്, മൈനസ് 2 divided by 5q². ആണ്. q ആവും. സോ ഈ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടുള്ള പ്രോഫിറ്റിൽ നിന്ന്, അതായത് നമുക്ക് കിട്ടിയ 50 മൈനസ് 2/5q, ഇതിൽ നിന്ന് ക്യൂവിൻ്റെ ഇസ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കാം. ഇതിൽ നിന്ന് ക്യൂയുടെ വാല്യൂ കണ്ടുപിടിക്കണം. സോ 2/5q ഇസ് ഈക്വൽ ടു 50 എന്ന് കിട്ടും. അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് എടുത്ത് കളഞ്ഞാൽ ഓക്കെ. സോ ക്യൂ എന്ന് പറയുന്നത് 5 × 50 250/2 എന്ന് കിട്ടും. സോ 250/2 എന്ന് പറയുമ്പോൾ നമുക്ക് 125 ആണ് ക്യൂ എന്ന് കിട്ടും. ഓക്കെ, 125 കിട്ടും ക്യൂ. സോ നമ്മുടെ പി എന്താണ്? പി നമ്മൾ ഓൾറെഡി ചെയ്തു വെച്ചത് മാച്ച് ആവുന്നു. ഓക്കെ, പി എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് 500 മൈനസ് ക്യൂ ആയിരുന്നു. 500 മൈനസ് ക്യൂ ഡിവൈഡഡ് ബൈ 5 ആയിരുന്നു. ഓക്കെ, അതിൽ നമ്മൾ 125 ഇട്ട് കൊടുക്കുക. അപ്പോൾ 500 മൈനസ് ക്യൂ നമുക്ക് 125 കിട്ടി, all divided by 5. So price 500 minus 125 divided by 5 വരുമ്പോൾ നമുക്ക് 175 കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം ചെന്ന് ഓപ്ഷൻ ഡി 175 അങ്ങ് ആൻസർ ആണെന്ന് കൊടുക്കും. സോ നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും നമ്മൾ QX-ലും QY-ലും ഈ 175നെ പ്രൈസ് പി 175നെ ഇട്ട് നോക്കണം. സോ നമ്മൾ ഒന്നും കൂടി QX-ൽ ഇപ്പോൾ പ്രൈസ് നമുക്ക് 175 ആണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അത് നമ്മൾ QX-ൽ ഇട്ട് നോക്കുക. അപ്പോൾ നമുക്ക് 200 മൈനസ് 175 ഇൻറ്റു 4, അതായത് 4 × 175. സോ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് -100 ആണ്. 200 മൈനസ് 175 ഇൻറ്റു 4 300 ആണ്. സോ -100 എന്ന് കിട്ടും. അതുപോലെ തന്നെ QY എന്ന് പറയുന്നത് 300 മൈനസ് പി, അപ്പോൾ 300 മൈനസ് 175 വരും. 300 മൈനസ് 175 എന്ന് പറയുമ്പോൾ നമുക്ക് 225 ആണ് കിട്ടുക. 225 കിട്ടും. സോ ഇവിടെ നോക്കുക, നമുക്ക് കിട്ടിയിട്ടുള്ള ഡിമാൻഡ് -100. സോ ഈ ഒരു മാർക്കറ്റ് കണ്ടീഷൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവരത് സപ്ലൈ ചെയ്യുന്നില്ല എന്നാണ് അതിനർത്ഥം. അപ്പോൾ നമുക്ക് 175 ആണ് ഈ രണ്ട് മാർക്കറ്റിലെയും പ്രൈസ് എന്ന് പറയാൻ പറ്റില്ല. അതായത് നമുക്ക് രണ്ട് മാർക്കറ്റിൻ്റെ ഡിമാൻഡും കൂടി ക്ലബ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു മാർക്കറ്റ് ഡിമാൻഡേ പരിഗണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് മനസ്സിലായി QX എന്ന് പറയുന്നത് പരിഗണിക്കാൻ കഴിയില്ല എന്ന്. സോ ഇത് കംപ്ലീറ്റ്ലി ചെയ്ത് നോക്കിയാലേ മനസ്സിലാവും. ജസ്റ്റ് കുഴപ്പിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും QY എടുത്തിട്ട് ചെയ്ത പോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുക. അതായത് QY ഇസ് ഈക്വൽ ടു 300 മൈനസ് പി. ഇതാണ് Q എമൗണ്ട്. സോ Q കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് ഇതിന് P കണ്ടുപിടിക്കാം. P എന്ന് പറയുന്നത് മൈനസ് പി ഇങ്ങോട്ട് പോകും. അപ്പോൾ 300 മൈനസ് Q എന്ന് കിട്ടും. സോ ഇതിൻ്റെ പ്രോഫിറ്റ് എങ്ങനെയാണ് വരിക എന്ന് വെച്ചാൽ 300 മൈനസ് Q ഇൻറ്റു Q മൈനസ് 50Q. സോ 300 മൈനസ് Q ഇൻറ്റു Q എന്ന് പറയുമ്പോൾ 300Q മൈനസ് Q² മൈനസ് 50. സോ 300 നിന്ന് 50Q വയ്ക്കുമ്പോൾ 250Q ആയിരിക്കും. 250Q മൈനസ് Q² വരും. സോ ഇതിനെ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടി ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. സോ 250Q മൈനസ് Q² പറയുമ്പോൾ d pi by dx കാണണം.
ടു 250Q 250 തന്നെ ആവും, മൈനസ് Q സ്ക്വയർ മൈനസ് 2Q വരും. ഓക്കെ, സോ ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ക്യൂയുടെ വാല്യൂ കണ്ടുപിടിക്കണം. ക്യൂയുടെ വാല്യൂ 2Q എന്ന് പറയുന്നത് 250 വരും. സോ Q എന്ന് പറയുന്നത് 250/2 എന്ന് വരും. 250/2 125 ആണ്. Q 125 തന്നെ നമുക്ക് പിന്നെയും കിട്ടി. സോ നമ്മൾ അഗെയിൻ പ്രൈസ് കാണും. ഇത്തവണ പ്രൈസ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ ഒരു കേസിൽ 300 മൈനസ് Q എന്നുള്ളതാണ്. സോ 300 മൈനസ് Qയിൽ 300 പ്രൈസ് എന്ന് പറയുന്നത് 300 മൈനസ് 125 എന്ന് കൊടുക്കണം. സോ 300 മൈനസ് 125 എന്ന് പറയുന്നത് 175 ആണ്. സോ ആൻസർ 175. നേരത്തെ 75 എന്ന് കിട്ടി. സോ അത് നമ്മൾ ഡയറക്റ്റ് കൊണ്ടുപോയിട്ട് കൊടുക്കരുത്. പ്രൈസ് 75 ആണെന്ന് വിചാരിക്കരുത്. QX-ലും QI-ലും അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് ഇത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ നോക്കുക. അപ്പോൾ നമുക്ക് QX ഇല്ലയെന്ന് മനസ്സിലായി. സോ നമ്മൾ QI മാത്രം എടുത്ത് വീണ്ടും പ്രോഫിറ്റ് കണ്ടു, അതിന്ന് പ്രൈസ് കണ്ടു, ക്വാണ്ടിറ്റി കണ്ടു, മാക്സിമം ക്വാണ്ടിറ്റി കണ്ടു, എന്നിട്ട് അത് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ പ്രൈസും ക്വാണ്ടിറ്റിയും ഒക്കെ മനസ്സിലാക്കി ഫൈനലി നമുക്ക് 175 ആണ് ക്വാണ്ടിറ്റി കിട്ടിയിരിക്കുന്നത്. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Consider solo growth model without technical progress. The production YT is equal to KT raised to alpha n T 1 minus alpha. അപ്പോൾ YTയും KTയും NTയും ഒക്കെ അഗ്രിഗേറ്റ് ഔട്ട്പുട്ടും ക്യാപിറ്റലും പോപ്പുലേഷൻ അറ്റ് ദ ടൈം T ആണെന്ന് പറഞ്ഞു. ദ പോപ്പുലേഷൻ ഗ്രോസ് അറ്റ് കോൺസ്റ്റന്റ് റേറ്റ്. പോപ്പുലേഷൻ ഗ്രോ ചെയ്യുന്നത് GN ഗ്രേറ്റർ ദാൻ 0. സേവിങ് റേറ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് റേറ്റിലാണ്, അത് ബിലോങ്സ് ടു 0 to 1 ആണ്. ക്യാപിറ്റൽ ഡിപ്രീഷിയേറ്റ് ചെയ്യുന്നത് കോൺസ്റ്റന്റ് റേറ്റിലാണ്, ഡെൽറ്റ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0. അപ്പോൾ ഡിനോട്ട് പെർ ക്യാപിറ്റലിനെ കാണിക്കുന്നത് സ്മോൾ KT ക്യാപിറ്റൽ KT ബൈ NT. സോ ഡിഫൈൻ ദ സ്റ്റഡി സ്റ്റേറ്റ് ആസ് സിറ്റുവേഷൻ. സ്റ്റഡി സ്റ്റേറ്റ് സിറ്റുവേഷനിൽ KT+1 is equal to KT is equal to K star എന്നാണ്. K star is a positive constant. Suppose the population growth rate exogenously. അപ്പോൾ ഇവിടെ പോപ്പുലേഷൻ ഒക്കെ ഇൻക്രീസ് ചെയ്യുന്ന G'(N)ലൊക്കെയാണ്. സോ അതേ ഒരു ഇതിൽ തന്നെ എന്തും എന്തെയും അഗ്രിഗേറ്റ് ഔട്ട്പുട്ട് ഗ്രോ ചെയ്യും. അതായത് ഓപ്ഷൻ ബി ആണ് ഇതിൽ കറക്റ്റ് ആൻസർ. സോ നമുക്ക് സോൾവ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു രീതിക്ക് സോൾവ് ചെയ്യാം. YT is equal to KT raised to alpha n T 1 minus alpha. അപ്പോൾ അതിനെ n കൊണ്ട് ഡിവൈഡ് ചെയ്തതാണിത്. സോ നമുക്ക് ഇങ്ങനെ ആൻസർ കിട്ടും. സോ YT എന്ന് പറയുന്നത് KT all raised to alpha എന്ന് കിട്ടും. Y is equal to Y/n. സോ നമുക്ക് Y'/y is equal to Y ക്യാപിറ്റൽ Y'/y എന്നിടാം, മൈനസ് N'/n എന്നിടാം. സോ ഇവിടെ നമുക്ക് ഇത് 0 ആവും, കാരണം സ്റ്റഡി സ്റ്റേറ്റ് ലെവലിലായതുകൊണ്ട് ക്യാപിറ്റൽ ഇൻക്രീസിങ് ഗ്രോത്ത് റേറ്റ് ഇല്ല, 0 ആണ്. സോ Y/y മൈനസ് GN വരും. സോ Y'/y is equal to G'(N) എന്ന് കിട്ടും. അതായത് ഓപ്ഷൻ ബി ആണ് അഗ്രിഗേറ്റ് ഔട്ട്പുട്ട് ഗ്രോ ചെയ്യുന്നത് G'(N) ആണ്. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. യൂട്ടിലിറ്റി ഫ്രം വെൽത്ത് W ഫോർ എൻ ഇൻഡിവിജ്വൽ ഇസ് ഗിവൺ ബൈ UW is equal to √W. The individual owns a risky asset that is equally likely to yield either Rs 400 Rs 900. സോ ദെൻ റിസ്ക് പ്രീമിയം ഓഫ് ദി അസറ്റ് ഇവിടെ തന്നിട്ടുണ്ട് ഈക്വലി ലൈക്ലി എന്ന്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അതായത് 400 900 ആണ് ഇൻഡിവിജ്വലിന് ഓൺ ചെയ്യുന്ന റിസ്കി അസറ്റിൻ്റെ ഇത് വരുന്നത് റേറ്റ് വരുന്നത് 400 900. സോ ഈ കേസിൽ നമ്മൾ കാണേണ്ടത് എക്സ്പെക്റ്റഡ് വാല്യൂ കാണണം. സോ എക്സ്പെക്റ്റഡ് വാല്യൂ കാണാൻ 1/2 × 400 + 1/2 × 900 കാണാം. സോ നമുക്ക് 650 കിട്ടി. സോ നമ്മൾ എക്സ്പെക്റ്റഡ് യൂട്ടിലിറ്റി കാണാം. യൂട്ടിലിറ്റി ഫംഗ്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. സോ 1/2 √400 + 1/2 √900. സോ നമുക്കത് 25 എന്ന് കിട്ടി എക്സ്പെക്റ്റഡ് യൂട്ടിലിറ്റി. ആൻഡ് വെൽത്ത് കാണുന്നത് എക്സ്പെക്റ്റഡ് യൂട്ടിലിറ്റിൻ്റെ സ്ക്വയർ ആണ്. സോ EU സ്ക്വയർ എന്ന് പറയുന്നത് 25 സ്ക്വയർ. 25 സ്ക്വയർ എന്ന് പറയുന്നത് 25 സ്ക്വയർ എന്ന് പറയുന്നത് ഓക്കെ 625 ആണ്. 625. ഓക്കെ, അപ്പം നമുക്ക് പ്രീമിയം അതായത് റിസ്ക് പ്രീമിയം. അപ്പം റിസ്ക് പ്രീമിയം ഓഫ് ദി അസറ്റ്, ഇൻഡിവിജ്വൽ ഓൺ ചെയ്യുന്ന അസറ്റിൻ്റെ റിസ്ക് പ്രീമിയം എത്രയാണെന്ന്, അതായത് എക്സ്പെക്റ്റഡ് വാല്യൂ മൈനസ് വെൽത്തിൻ്റെ ആണ് റിസ്ക് പ്രീമിയം. അപ്പോൾ എക്സ്പെക്റ്റഡ് വാല്യൂ എന്ന് പറയുന്നത് 650 ആണ്, നമ്മൾ കണ്ടുപിടിച്ചു. 650 മൈനസ് 625 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 25. സോ 25 ആണ് റിസ്ക് പ്രീമിയം. ആൻസർ ബി.
ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ. Let A1 cap and A2 is two independent unbiased estimators of the parameter alpha with the standard error sigma 1 and sigma 2 respectively with the sigma 1 not equal to sigma 2. The linear combination of alpha 1 cap and alpha 2 cap that yields an unbiased estimator of alpha with the minimum variance is. So ഇവിടെ നമുക്ക് ആൽഫ എന്ന് ചേഞ്ച് ചെയ്യാം സിഗ്മ. ഓക്കെ, ഈ ഒരു കേസിൽ നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെയൊക്കെ വേരിയൻസ് നമ്മൾ റൈറ്റ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു എക്സാമ്പിൾ 1, 2 എന്നൊക്കെ സിഗ്മ 1നും സിഗ്മ 2നും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് കിട്ടുന്ന മിനിമം ആയിട്ട് കിട്ടുന്ന വാല്യൂ ആണ്. സോ ഓപ്ഷൻ ഡി ആയിരിക്കും നമുക്ക് മിനിമം ആയിട്ട് കിട്ടുന്നത്. സോ അതാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലെറ്റ് എക്സ് ബി എ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് റാൻഡം വേരിയബിൾ ഇൻ 0B of the critical region for testing null hypothesis H0 അഥവാ null hypothesis എന്ന് പറയുന്നത് such that B is equal to 0, B is equal to 2 against the alternative hypothesis. Alternative hypothesis എന്ന് പറയുന്നത് B not equal to 0 ആണ്. പക്ഷെ അതിൻ്റെ റേഞ്ച് എടുക്കുന്നത് x less than equal to 0 ആവുകയോ x greater than 1.9 ആവുമ്പോഴോ ആണ് alternative hypothesis വരിക. Where x is the value of a single draw of random variable x, then the probability of type 1 error. So നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ probability of type 1 error. ഈ ഒരു കേസിൽ probability of type 1 error ആണ് കാണേണ്ടത്. സോ നമുക്കിതിന് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ അറിയണം. സോ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള റാൻഡം വേരിയബിൾ ആയതുകൊണ്ട് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത് 1/b - a ആയിരിക്കും. സോ നമ്മളിവിടെ എയും ബിയും നോക്കാം. 0 ആയതുകൊണ്ട് 1 - b എന്ന്, കാരണം a 0 ആണ്, അതുകൊണ്ട് 1 - b ആണ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ. ഇനി നമുക്ക് ഇവിടെ തന്നിട്ടുള്ള നൾ ഹൈപ്പോത്തിസിസ് ആണെങ്കിൽ b = 2 ആണ്. അതുപോലെ തന്നെ ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസിന് സമയത്ത്, അതായത് എക്സ് എന്ന് പറയുന്നത് 0-നേക്കാൾ താഴെയോ 1.9-ന് മുകളിലോ ആണെങ്കിൽ എന്തിന് ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് ആയിരിക്കും, അതായത് നൾ ഹൈപ്പോത്തിസിസ് റിജക്ട് ചെയ്തിട്ടുണ്ടാവും. സോ the value of single draw of random variable probability. അപ്പോൾ നമുക്ക് ആദ്യം അറിയേണ്ടത് probability of type 1 error വരാനുള്ള probability. സോ അതെന്ന് പറയുന്നത് probability of rejecting null hypothesis. null hypothesis റിജക്റ്റ് ചെയ്യും എങ്ങനെ? when it is ട്രൂ ആയിട്ടുള്ള null hypothesis റിജക്റ്റ് ചെയ്യുമ്പോഴാണ് type 1 error കമ്മിറ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ റിജക്റ്റിംഗ് H0 when it is true എന്ന് പറയുമ്പോൾ നമുക്ക് ട്രൂ ആകുമ്പോൾ അതിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് b = 2. അപ്പം നമുക്ക് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനെ 1/2 എന്ന് എഴുതാം കേട്ടോ, കാരണം when it is true എന്നതിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി റിജക്റ്റ് ചെയ്യുമ്പോൾ ഉള്ള റേഞ്ച് അല്ലെങ്കിൽ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് x less than equal to 0.1 x greater than equal to 0.1. അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ട പ്രോബബിലിറ്റി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് x ലെസ് ദാൻ ഈക്വൽ ടു 0.1 ആവുന്ന സമയത്ത് 0.1 ആവുന്ന സമയത്തുള്ള പ്രോബബിലിറ്റിയും, അതേപോലെ തന്നെ എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1.9 ആവുന്ന സമയത്തുള്ള പ്രോബബിലിറ്റിയും കണ്ടുപിടിക്കണം. സോ ഇതിന് നമ്മൾ എന്ത് ചെയ്ത് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ യൂസ് ചെയ്യണം ഈ പ്രോബബിലിറ്റി ഓഫ് എ ഫംഗ്ഷൻ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനിൽ 1/2 ആണ് നമ്മുടെ ഫംഗ്ഷൻ കിടക്കുന്നത്. ഇൻ്റഗ്രേഷൻ യൂസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ പ്രോബബിലിറ്റി നമ്മൾ കണ്ടുപിടിക്കുക. സോ നമ്മൾ ഇൻ്റഗ്രേഷൻ ഓഫ് 0 to 1 0.1 1/2 into dx. ഇവിടെ 0 എടുത്തത് ഇതിൻ്റെ ആദ്യ റേഞ്ചിൽ 0 ഉണ്ട്. പിന്നെ 0.1 എന്ന് പറയുന്നത് അപ്പർ, ഇവിടെ ഗ്രേറ്റർ ദാൻ ആണ് എക്സിനേക്കാളും എന്ന് പറയുന്നുണ്ട്, മേലിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് 1/2 dx പ്ലസ് നമ്മൾ പിന്നെ വരുന്നത് 1.9 തൊട്ടിട്ടാണ്. 1.9 വരുമ്പോൾ തൊട്ടിട്ട് മാക്സിമം റേഞ്ച് 2 ആയിരിക്കും, കാരണം നമ്മൾ ഇവിടെ റേഞ്ചിൽ കാണുന്നുണ്ട് B എന്നുള്ളത്. അതിൽ നൾ ഹൈപ്പോത്തിസിസ് ആവുമ്പോൾ B എന്ന് പറയുന്നത് 2 ആവുന്നുണ്ട്. സോ അതുകൊണ്ട് 2 ആയിരിക്കും മാക്സിമം റേഞ്ച്. അവിടെയും നമ്മൾ 1/2 into dx എന്ന് കൊടുക്കും. സോ നമ്മളിത് സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ 1/2 x എന്നിട്ട് 0 to 0.1 പ്ലസ് 1/2 x തന്നെ സോൾവ് ചെയ്യുമ്പോൾ വരിക, എന്നിട്ട് 1.92 വരും. സോ ഇത് സോൾവ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിലും ഇങ്ങനെ എഴുതാം
x/2 ആണ്. സോ ഓക്കെ 0.1/2 മൈനസ് 0/2 പ്ലസ് ഇവിടെ വരുമ്പോൾ 2/2 വരും മൈനസ് 1.9/2 എന്ന് വരും. സോ ഇതിൻ്റെ നമ്മൾ 0.1/2 എന്നുള്ളത് 0.1/2 വരും. അപ്പോൾ ഇപ്പം 2 മൈനസ് 1.1/2. സോ 0.1/2 പ്ലസ് 0.1/2 എന്നായിരിക്കാം കിട്ടുക. ഇതിനർത്ഥം ഈസ് ഈക്വൽ ടു 0.2/2 എന്നായിരിക്കും, വിച്ച് ഈസ് ഈക്വൽ ടു 0.1. യെസ്, അപ്പോൾ ഓപ്ഷൻ ബി 0.1 നമുക്ക് കിട്ടി. സോ നമ്മൾ ആദ്യം കാണേണ്ടത് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആണ്. പിന്നെ ടൈപ്പ് 1 എററിൻ്റെ പ്രോബബിലിറ്റി കാണാം. സോ അതിൽ നമ്മൾ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആ പ്രോബബിലിറ്റി കാണുക. സോ ആ കാര്യം മനസ്സിലാക്കുക. പിന്നീട് ഇൻ്റഗ്രേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് പ്രോബബിലിറ്റി കാണാം. 0.1 ആണ് നമുക്ക് പ്രോബബിലിറ്റി ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ സോ ഈ സെക്ഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൂടുതലായിട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ലേണിംഗ് പ്രോസസ്സിൻ്റെ ഭാഗമാവാൻ താല്പര്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾ താഴെ തന്നിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ലേണിംഗ്. താങ്ക് യു.